നമസ്കാരം ഗായ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് സെക്ഷൻ 135 ആണ്. കമ്പനീസ് ആക്ടിൻ്റെ 2013 കമ്പനീസ് ആക്ടിൻ്റെ സെക്ഷൻ 135 കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. അപ്പോൾ ഇത് പണ്ട് മുതലേ ഒരു ഡിസ്പ്യൂട്ടഡ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. കമ്പനീസിന് എന്തെങ്കിലും സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഉണ്ടോ ഇല്ലേ എന്നുള്ളത്. എന്ന് വെച്ചാൽ ഒരു ബിസിനസ്സിൻ്റെ ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത് പ്രോഫിറ്റാണ്. അപ്പോൾ പിന്നെ ഈ സോഷ്യൽ റെസ്പോൺസിബിലിറ്റിക്ക് എന്തിനാണ് ചെയ്യുന്നത് എന്നുള്ള ക്വസ്റ്റ്യൻ പണ്ടേ ഉള്ളതാണ്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ബിസിനസ്സുകൾ വാല്യൂ ഡ്രിവൺ ആണ്. ഇപ്പം ലാഭം ഉണ്ടാക്കുന്നതിനല്ല, മൂല്യം വർദ്ധിപ്പിക്കുന്നതിനകത്താണ്. എന്ന് വെച്ചാൽ അവരുടെ ഒരു ഗുഡ് വില്ല്, വാല്യൂ അഡീഷൻ ടു ദ എക്കോണമി, അതുപോലുള്ള കാര്യങ്ങളൊക്കെയാണ് ബിസിനസ്സുകൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എയിം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു സെക്ഷൻ്റെ ഇമ്പോർട്ടൻസ് ഈ ഒരു സാഹചര്യത്തിൽ കൂടി വരുന്നത്. അപ്പം ഈ സെക്ഷൻ എന്താണ് ഇതിൻ്റെ പ്രൊവിഷൻസ് എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം CSR അഥവാ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി. എന്താണ് CSR എന്ന് പറഞ്ഞാൽ കുറച്ച് പ്രോഗ്രാംസ് പ്രൊജക്ട്സും ഷെഡ്യൂൾ 7 പറഞ്ഞിട്ടുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ആക്ടിവിറ്റീസ് ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ചെയ്യുവാണ്. ആരുടെ റെക്കമെൻഡേഷനിൽ? CSR കമ്മിറ്റിയുടെ റെക്കമെൻഡേഷനിൽ. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് CSR ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഷെഡ്യൂൾ 7 ഒരു ലിസ്റ്റ് ഓഫ് ആക്ടിവിറ്റീസ് പറയുന്നുണ്ട്. ആ ഒരു ആക്ടിവിറ്റി കമ്പനി ചെയ്യുവാണ്. ആരാണ് അണ്ടർടേക്ക് ചെയ്യുന്നത്? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ്. ആരുടെ റെക്കമെൻഡേഷനിൽ? CSR കമ്പനിയുടെ റെക്കമെൻഡേഷനിൽ. അപ്പോൾ അതാണ് ഇതെന്ന് പറയുന്നത് CSR ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ CSR ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു കുറച്ച് ക്രൈറ്റീരിയാസ് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എല്ലാ കമ്പനികളും CSR ചെയ്യണമെന്നാണ് പറയുന്നത്. ഈ ക്രൈറ്റീരിയ മെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതർ ദാൻ സെക്ഷൻ 8 കമ്പനി അറിയാമല്ലോ, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടൊക്കെ ഉണ്ടാക്കിയിരിക്കുന്ന കമ്പനിയാണ് സെക്ഷൻ 8 കമ്പനി. അപ്പോൾ ആ കമ്പനികൾ ഒഴിച്ച് ബാക്കി എല്ലാ കമ്പനികളും, ഹോൾഡിംഗ് ആയാലും സബ്സിഡറി ആയാലും ഫോറിൻ കമ്പനി ആയാലും ഏത് കമ്പനി ആയാലും ഈ പറഞ്ഞിരിക്കുന്ന ക്രൈറ്റീരിയകൾ മെറ്റ് ചെയ്താൽ അവർ CSR ആക്ടിവിറ്റി ചെയ്യണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം 3 രീതിയിലാണ് ആ ക്രൈറ്റീരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. നെറ്റ് വർത്തിൻ്റെ ബേസിൽ, ടേൺ ഓവറിൻ്റെ ബേസിൽ, നെറ്റ് പ്രോഫിറ്റിൻ്റെ ബേസിൽ. ഇപ്പോൾ നെറ്റ് പ്രോഫിറ്റ് നോക്കണം. നെറ്റ് പ്രോഫിറ്റ് ആസ് പെർ സെക്ഷൻ 198 പ്രകാരമുള്ള നെറ്റ് പ്രോഫിറ്റാണ്. അപ്പം 198 നെറ്റ് പ്രോഫിറ്റിനകത്ത് ഉൾപ്പെടുത്തുന്നതും ഉൾപ്പെടാത്തതുമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് കാൽക്കുലേറ്റ് ചെയ്ത നെറ്റ് പ്രോഫിറ്റാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വെച്ചാൽ, നെറ്റ് വർത്ത് 500 കോടിയോ അതിൽ കൂടുതലായാലോ, ടേൺ ഓവർ 1000 കോടിയോ അതിൽ കൂടുതലായാലോ, നെറ്റ് പ്രോഫിറ്റ് 5 കോടിയോ അതിൽ കൂടുതലായാലോ എന്ത് ചെയ്യാം? നിർബന്ധമായിട്ടും ഒരു CSR കമ്മിറ്റി ആ കമ്പനി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, എന്നിട്ട് CSR ആക്ടിവിറ്റി ചെയ്യാൻ വേണം. അതാണ് എന്തെന്ന് പറയുന്നത് CSRൻ്റെ ആപ്ലിക്കബിലിറ്റി എന്ന് പറയുന്നത്. അടുത്തത് തന്നെ ബോർഡും കമ്മിറ്റിയും. അപ്പോൾ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സും അതുപോലെ തന്നെ CSR കമ്മിറ്റിയും. അപ്പോൾ കമ്മിറ്റിയുടെ ജോലി എന്തെന്ന് വെച്ചാൽ CSR പോളിസി ഫോർമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിൻ്റെ ജോലി എന്തെന്ന് പറഞ്ഞാൽ ആ CSR കമ്മിറ്റി ഫോർമുലേറ്റ് ചെയ്ത CSR പോളിസി നടപ്പിലാക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ CSR കമ്മിറ്റി ഡിസൈഡ് ചെയ്യും ഏത് ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്, എത്ര രൂപയാണ് അതിനുവേണ്ടി ചിലവാക്കേണ്ടത്, അതുള്ള കാര്യങ്ങളൊക്കെ CSR കമ്മിറ്റി ഡിസൈഡ് ചെയ്യും. അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യും? ബോർഡ് ഓഫ് ഡയറക്ടേഴ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്താണ് സ്പെൻഡിങ്. അപ്പോൾ എത്ര രൂപയാണ് ഒരു കമ്പനി ഈ ക്രൈറ്റീരിയകൾ മെറ്റ് ചെയ്താൽ സ്പെൻഡ് ചെയ്യേണ്ടതെന്നാണ്. കഴിഞ്ഞ 3 ഫിനാൻഷ്യൽ ഇയറുകളിലെ നെറ്റ് പ്രോഫിറ്റ് എടുക്കും, എന്നിട്ട് അതിൻ്റെ ആവറേജ് എടുക്കും. ആ കിട്ടിയ ആവറേജ് നെറ്റ് പ്രോഫിറ്റിൻ്റെ 2% അറ്റ്ലീസ്റ്റ് 2% എന്ത് ചെയ്യണം? CSR ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ചിലവാക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് സെക്ഷൻ 198 പ്രകാരമാണ്. ഈ നെറ്റ് പ്രോഫിറ്റിനകത്ത് 2 കാര്യങ്ങൾ ഉൾപ്പെടത്തില്ല. ഏതൊക്കെ കാര്യങ്ങളാണ്? ഓവർസീസ് ബ്രാഞ്ചിൻ്റെ പ്രോഫിറ്റ്, നമ്മൾ ഇന്ത്യയിൽ വെളിയിലുള്ള ബ്രാഞ്ചുകളുണ്ട്, അതിൻ്റെ പ്രോഫിറ്റ് എന്ത് ചെയ്യത്തില്ല? ഈ നെറ്റ് പ്രോഫിറ്റ് കാൽക്കുലേറ്റിനകത്ത് ഉൾപ്പെടുത്തത്തില്ല. അതുപോലെ തന്നെ മറ്റ് CSR ആപ്ലിക്കബിൾ ആയിട്ടുള്ള കമ്പനികളിൽ നിന്ന് കിട്ടിയ ഡിവിഡൻഡ്, അതും ഈ ഒരു നെറ്റ് പ്രോഫിറ്റിനകത്ത് ഇൻക്ലൂഡ് ചെയ്യത്തില്ല. ഓക്കെ, അടുത്ത CSR കമ്മിറ്റിയുടെ 2 കാര്യങ്ങളാണ്. CSR കമ്മിറ്റിയുടെ കോമ്പോസിഷൻ എങ്ങനെയാണ്, അതിൻ്റെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ്? കോമ്പോസിഷൻ എന്ന് പറയുമ്പം മിനിമം 3 ഡയറക്ടർ ഉണ്ടായിരിക്കണം. അതിനകത്ത് ഒരാളെന്ന് പറയുന്നത് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണം. ഈ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടറുടെ പ്രൊവിഷൻസ് ആപ്ലിക്കബിൾ അല്ലാത്ത കമ്പനിയാണ് എങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ ആവശ്യമില്ല, 3 ഡയറക്ടർ മിനിമം വേണമെന്നുള്ളൂ. അപ്പോൾ ഇനി പ്രൈവറ്റ് കമ്പനീസിലോട്ട് വരുവാണെങ്കിൽ, പ്രൈവറ്റ് കമ്പനിയിൽ ഒരു പ്രൈവറ്റ് കമ്പനി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എത്ര ഡയറക്ടേഴ്സ് മതി? മിനിമം 2 ഡയറക്ടേഴ്സ് മതി. അപ്പോൾ അത്തരത്തിൽ 2 ഡയറക്ടർ മാത്രമുള്ളൊരു കമ്പനിയാണ്, അവർക്ക് CSR ആപ്ലിക്കബിളായി. അങ്ങനെയാണെങ്കിൽ ആ 2 ഡയറക്ടർ വെച്ചിട്ട് മാത്രം CSR കമ്മിറ്റി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോറിൻ കമ്പനി ആണെങ്കിലും 2 പേര് മതിയാവും ഡയറക്ടേഴ്സായിട്ട്. പക്ഷേ ഒരാൾ റെസിഡൻറ്റ് ഡയറക്ടർ ആയിരിക്കണമെന്ന് നിർബന്ധമാണ്. റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആ ഡയറക്ടർ കഴിഞ്ഞ ഫിനാൻഷ്യൽ ഇയറിൽ ഇന്ത്യയിൽ 182 ദിവസം ഉണ്ടായിരിക്കണം. അതാണ് റെസിഡൻറ്റ് ഡയറക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി CSR കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണെന്ന്. ഓക്കെ, CSR കമ്മിറ്റിയുടെ ഡ്യൂട്ടീസ് എന്ന് പറഞ്ഞാൽ നേരത്തെ നമ്മൾ പറഞ്ഞ CSR പോളിസി ഫോർമുലേറ്റ് ചെയ്യണം. എത്ര രൂപ CSR ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവാക്കണമെന്ന് ഡിസൈഡ് ചെയ്യണം. അതുപോലെ തന്നെ ഈ സമയങ്ങളിൽ ഈ പോളിസിയെ മോണിറ്റർ ചെയ്യണം.
ഓക്കെ. അപ്പം 3 വർഷം അടുപ്പിച്ച് ഈ സെക്ഷൻ 135 സബ്സെക്ഷൻ 1 എന്ന് വെച്ചാൽ ഈ ആപ്ലിക്കബിലിറ്റി ക്രൈറ്റീരിയാസ് ആണ്. ഇത് ആപ്ലിക്കബിൾ ആയിട്ട് വന്നില്ലെങ്കിൽ, മീൻസ് ഈ പറഞ്ഞിരിക്കുന്ന ഒരു ക്രൈറ്റീരിയ പോലും സാറ്റിസ്ഫൈ ആയിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യാം, ആ കമ്പനിക്ക് CSR കമ്മിറ്റി പിന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട, പിന്നെ CSR ആപ്ലിക്കബിൾ ആവത്തില്ല. അവർക്ക് CSR ആക്ടിവിറ്റീസ് ചെയ്യേണ്ട ആവശ്യമില്ല. 3 വർഷം അടുപ്പിച്ച് ഈ ഒരു ക്രൈറ്റീരിയ പോലും ആപ്ലിക്കബിൾ ആവാനായിട്ട് പാടില്ല. ഓക്കെ. CSR റിപ്പോർട്ടിങ്, ഇത് എങ്ങനെയാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്? അപ്പം ബോർഡ് റിപ്പോർട്ടിൽ നമ്മൾ CSRനെ കുറിച്ചൊരു റിപ്പോർട്ട് ഉൾപ്പെടുത്തിയിരിക്കണം. ആ റിപ്പോർട്ട് കമ്പനിയുടെ വെബ്സൈറ്റിലും ഹോസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഫോറിൻ കമ്പനി ആണെങ്കിൽ സെക്ഷൻ 381 അനുസരിച്ച് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന് ഒരു ബാലൻസ് ഷീറ്റ് ഫയൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ ബാലൻസ് ഷീറ്റിൽ CSRനെ കുറിച്ചൊരു അനക്ഷർ ഉണ്ടായിരിക്കണം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞിരിക്കുന്ന അറ്റ്ലീസ്റ്റ് 2% ഓഫ് നെറ്റ് പ്രോഫിറ്റ്, ആവറേജ് 3 years നെറ്റ് പ്രോഫിറ്റ് CSR ആക്ടിവിറ്റീസിന് വേണ്ടി ചിലവാക്കാനായിട്ട് പറ്റിയില്ലെങ്കിൽ അതിൻ്റെ കാരണങ്ങളും എന്ത് ചെയ്യണം, ഈ ബോർഡ് റിപ്പോർട്ടിനകത്ത് ഉൾപ്പെടുത്തണം. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ അറ്റ്ലീസ്റ്റ് 2% ചിലവാക്കണമെന്ന് പറഞ്ഞു, പക്ഷേ ആ കമ്പനി ഒരു 4-5% ചിലവാക്കി. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യണമെന്നാണ്. അപ്പോൾ അത് ആ ക്യാരി ഫോർവേഡ് ചെയ്ത് അടുത്ത വർഷത്തേക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നൊക്കെ നമുക്ക് സംശയം വരും. അങ്ങനെ ക്യാരി ഫോർവേഡ് പ്രൊവിഷൻസ് ഒന്നുമില്ല. അത് അവരുടെ സ്വന്തം ഇഷ്ടപ്രകാരം ചിലവാക്കിയതായിട്ട് നമ്മൾ കണക്കൂട്ടും എന്നുള്ളതാണ് ഒരു കാര്യം. ഇനി ഇത്തരത്തിൽ CSRൻ്റെ നോൺ ഡിസ്ക്ലോഷർ, CSR ആക്ടിവിറ്റീസിനെ കുറിച്ച് ഡിസ്ക്ലോസ് ചെയ്തില്ലെങ്കിൽ അതിനൊരു പെനാൽറ്റി ഉണ്ട്. കമ്പനിക്ക് 50,000 മുതൽ 25 ലക്ഷം വരെയും, ഓഫീസർ ഇൻചാർജിന് സെയിം പെനാൽറ്റിയാണ് 50,000 മുതൽ 25 ലക്ഷവും, 3 വർഷത്തെ ഇംപ്രിസൺമെൻറ്റ് അല്ലെങ്കിൽ രണ്ടും. ഓക്കെ. ഇനി ഒരു കമ്പനി CSR ആക്ടിവിറ്റി ചെയ്യണമെന്ന് ആഗ്രഹിക്കുകയാണ്. അതിന് എങ്ങനെയൊക്കെ ഈ CSR ആക്ടിവിറ്റി ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ആ ഒരു കമ്പനി ഒറ്റയ്ക്ക് അല്ലെങ്കിൽ വേറെ കുറച്ച് CSR ചെയ്യേണ്ട കമ്പനികൾ കൂടെ ഒരുമിച്ച് അവർ പുതിയതായിട്ടൊരു സെക്ഷൻ 8 കമ്പനി, ചാരിറ്റബിൾ പർപ്പസിന് വേണ്ടിയിട്ടുള്ളൊരു സെക്ഷൻ 8 കമ്പനി എസ്റ്റാബ്ലിഷ് ചെയ്യാം. അല്ലെങ്കിൽ ഒരു രജിസ്റ്റേർഡ് ട്രസ്റ്റോ രജിസ്റ്റേർഡ് സൊസൈറ്റിയോ എസ്റ്റാബ്ലിഷ് ചെയ്യാം. എന്നിട്ട് എന്ത് ചെയ്യാം, അതിലൂടെ CSR ആക്ടിവിറ്റി കൊണ്ടുപോകാം. അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ എസ്റ്റാബ്ലിഷ് ചെയ്ത ഏതെങ്കിലും സെക്ഷൻ 8 കമ്പനിയോ രജിസ്റ്റേർഡ് ട്രസ്റ്റോ രജിസ്റ്റേർഡ് സൊസൈറ്റിയോ വഴി CSR ആക്ടിവിറ്റി ചെയ്യാം. ഓക്കെ. ഇനി ഈ രണ്ട് പറഞ്ഞിട്ടുള്ള അല്ലാതെ വേറെ ഏതെങ്കിലും സെക്ഷൻ 8 കമ്പനിയോ രജിസ്റ്റേർഡ് ട്രസ്റ്റോ രജിസ്റ്റേർഡ് സൊസൈറ്റിയോ വഴിയാണ് ഈ CSR ആക്ടിവിറ്റി ചെയ്യുന്നതെങ്കിൽ അത്തരത്തിലുള്ള സെക്ഷൻ 8 കമ്പനിക്കോ രജിസ്റ്റേർഡ് സൊസൈറ്റിക്കോ രജിസ്റ്റേർഡ് ട്രസ്റ്റിനോ ഇവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആക്ടിവിറ്റി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവർ ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ കൊടുക്കാനുള്ള CSR ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അപ്പം അത്തരത്തിലുള്ള ആക്ടിവിറ്റിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു ട്രസ്റ്റിനോ സൊസൈറ്റിക്കോ ഒക്കെ 3 വർഷത്തെ ട്രാക്ക് റെക്കോർഡ് വേണം. ഈ ഒരു സംഭവം ആക്ടിവിറ്റി ചെയ്ത 3 വർഷത്തെ പ്രവൃത്തി പരിചയം വേണം, അല്ലെങ്കിൽ ട്രാക്ക് റെക്കോർഡ് വേണം എന്നാണ് പറയുന്നത്. ഇനി 2 കമ്പനികൾ ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ 2 കമ്പനികൾ ഒരുമിച്ചാണ് ഈ CSR ആക്ടിവിറ്റി ചെയ്തതെങ്കിൽ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റണം അവർ ചെയ്ത ആക്ടിവിറ്റി എന്താണെന്ന്. അത്തരത്തിലുള്ള രീതിയിലായിരിക്കണം CSR ആക്ടിവിറ്റി ചെയ്യേണ്ടത്. ഇനി ഒരു കമ്പനിക്ക് വേണമെങ്കിൽ ഈ CSR ആക്ടിവിറ്റി ചെയ്യാൻ വേണ്ടിയിട്ട് സെപ്പറേറ്റ് ആയിട്ട് സ്റ്റാഫിനെയൊക്കെ വേണമെങ്കിൽ വെക്കാം. പക്ഷേ ആ സ്റ്റാഫിനെ വെച്ച് ചിലവും ഈ CSR ആക്ടിവിറ്റിയുടെ അഡ്മിൻ എക്സ്പെൻസും എല്ലാം കൂടെ ഒരു വർഷത്തിൽ നമ്മൾ മൊത്തം ചെയ്യുന്ന CSR ആക്ടിവിറ്റിയുടെ ചിലവിൻ്റെ 5% കൂടാനായിട്ട് പാടില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മൾ 10 ലക്ഷം രൂപയുടെ CSR ആക്ടിവിറ്റീസിന് വേണ്ടി 10 ലക്ഷം രൂപയാണ് നമ്മൾ ചിലവാക്കുന്നത്. അതിനുവേണ്ടി നമ്മൾ 5 സ്റ്റാഫിനെ വെച്ച് ആ 5 സ്റ്റാഫിനൂടെ ഏകദേശം 15 ലക്ഷം രൂപയുടെ ശമ്പളം കൊടുത്ത് പിന്നെ അഡ്മിൻ എക്സ്പെൻസ് ഒരു 5 ലക്ഷമായി. അപ്പോൾ 10 ലക്ഷം ചിലവാക്കാൻ വേണ്ടി 20 ലക്ഷം ചിലവാക്കി നമ്മൾ. അപ്പോൾ അത്തരത്തിലൊന്നും ആവാൻ പാടില്ല. അപ്പം ഒരു വർഷത്തെ നമ്മളെ CSR ആക്ടിവിറ്റിയുടെ എക്സ്പെൻഡിച്ചർ എത്രയാണോ അതിൻ്റെ 5% കൂടാൻ പാടില്ല ഈ CSRന് വേണ്ടിയിട്ടുള്ള സ്റ്റാഫിൻ്റെയും അഡ്മിൻ എക്സ്പെൻസിൻ്റെയും മൊത്തം ടോട്ടൽ തുകയെന്ന് പറയുന്നത്. ഓക്കെ. ഇനി ഒരു കമ്പനി CSR ആക്ടിവിറ്റീസ് ചെയ്യുമ്പം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന പരിസരത്ത് വേണം ആദ്യമേ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഓക്കെ. ഫോർ എക്സാമ്പിൾ ഇപ്പം ആ ഒരു വില്ലേജിലാണ് ആ കമ്പനി സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആ വില്ലേജ് ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള CSR ആക്ടിവിറ്റീസ് ആയിരിക്കണം ആ കമ്പനി ചെയ്യേണ്ടത്. അതിനുശേഷമാണ് ബാക്കിയുള്ള സ്ഥലത്തോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ഓക്കെ. ഇനി എന്തൊക്കെ കാര്യങ്ങൾ CSR ആക്ടിവിറ്റീസ് ആയിട്ട് കണക്ക് കൂട്ടത്തില്ല എന്ന് നോക്കാം. അപ്പം എല്ലാ ആക്ടിവിറ്റികളും ഒന്നും ഉണ്ടാകത്തില്ല, CSR ആക്ടിവിറ്റി ചെയ്തില്ല. അപ്പം ഒരു കമ്പനി എന്ത് ചെയ്തു, ഇന്ത്യക്ക് വെളിയിൽ പോയിട്ട് സാമൂഹിക സേവനം നടത്തി. അപ്പോൾ അതൊന്നും CSR ആക്ടിവിറ്റി ആയിട്ട് എടുക്കാനായിട്ട് പറ്റത്തില്ല. ഇനി ഒരു പ്രോജക്റ്റ് കൊണ്ടുവരികയാണ് ഒരു കമ്പനി. ആ പ്രോജക്റ്റ് കൊണ്ട് എന്താണ് അവരുടെ എംപ്ലോയീസിനും ആ എംപ്ലോയീസിൻ്റെ ഫാമിലീസിനും മാത്രമാണ് എന്തെന്ന് പറയുന്നത് ഉപകാരപ്പെടുന്നത്. അല്ല നാട്ടുകാർക്കോ മറ്റുള്ള സമൂഹത്തിനൊരു തരത്തിലുള്ള നേട്ടവും ഇല്ല. അത്തരത്തിലുള്ള ആക്ടിവിറ്റികൾ CSR ആക്ടിവിറ്റികളായിട്ട് കണക്കൂട്ടത്തില്ല. അതുപോലെ തന്നെ
ഈ പൊളിറ്റിക്കൽ പാർട്ടീസിലേക്ക് ഡയറക്റ്റായിട്ടോ ഇൻഡയറക്റ്റായിട്ടോ കോൺട്രിബ്യൂഷൻ കൊടുക്കുന്നത്. അത് CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എടുക്കത്തില്ല. ഇനി CSRനകത്ത് പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്, പക്ഷേ അത് നമ്മളെ ഓർഡിനറി ബിസിനസ് തന്നെയാണ്. അപ്പോൾ അത് എന്താവത്തില്ല, ഒരു CSR ആക്ടിവിറ്റി ആവത്തില്ല. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഒരു ബേക്കറിയാണ് നടത്തുന്നത്. അപ്പം എന്തെങ്കിലും ഫാമിനോ ഫ്ലഡോ ഒക്കെ ഉള്ളൊരു സ്ഥലത്ത് കൊണ്ടുപോയിട്ട് നമ്മൾ ഈ ബ്രെഡ് വിൽക്കുകയാണ് സാധാരണ രീതി പോലെ. അത് CSR ആക്ടിവിറ്റി ആവത്തില്ല. പക്ഷെ നമ്മളവിടെ കൊണ്ട് ഫ്രീ ഒക്കെ ആയിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിപ്പോൾ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് എടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പം ഷെഡ്യൂൾ 7-നകത്താണ് ഈ CSR ആക്ടിവിറ്റീസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഏതൊക്കെയാണ് CSR ആക്ടിവിറ്റീസ് കമ്പനികൾ അണ്ടർടേക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കുറച്ച് ഒരു ലിസ്റ്റാണ്, പെട്ടെന്ന് നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഇറാഡിക്കേറ്റിംഗ് ഹങ്കർ, മാൽന്യൂട്രീഷൻ, പോവർട്ടി, മേക്കിംഗ് സേഫ് ഡ്രിങ്കിങ് വാട്ടർ അവൈലബിൾ, കോൺട്രിബ്യൂഷൻ ടു സ്വച്ഛ് ഭാരത് കോഷ്, കോൺട്രിബ്യൂഷൻ ടു PMRF, കോൺട്രിബ്യൂഷൻ ടു ടെക്നോളജി ഇൻക്യുബേറ്റേഴ്സ്, പ്രൊമോട്ടിംഗ് എഡ്യൂക്കേഷൻ എംപ്ലോയ്മെൻറ്റ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിനകത്ത് ഇതിലേതെങ്കിലും ആയിരിക്കണം എന്തെന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന CSR ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തതാണ് ഇതിനെക്കുറിച്ച് കുറച്ച് MCA ക്ലാരിഫിക്കേഷൻസ്. ഇപ്പോൾ ആക്ടിവിറ്റി ഷുഡ് ബി ഇൻ പ്രോജക്റ്റ് ആൻഡ് പ്രോഗ്രാം മോഡ്. പ്രോജക്റ്റ് ആൻഡ് പ്രോഗ്രാം മോഡ് എന്ന് പറഞ്ഞാൽ ഒരു സിംഗിൾ ആയിട്ടുള്ള ഐറ്റം ആയിരിക്കരുത് എന്തെന്ന് പറയുന്നത് ഈ CSR ആക്ടിവിറ്റി എന്ന് പറയാം. മീൻസ് ഇപ്പം ഒരു സമൂഹ നന്മയ്ക്ക് വേണ്ടി ഒരു TV-യിൽ നമ്മളൊരു പരസ്യം കൊടുത്തു, ഒറ്റ പരസ്യം, അങ്ങനെ ആവരുത്. അല്ലാതെ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റ് അല്ലെങ്കിൽ പ്രോഗ്രാം പോലെ, ഫോർ എക്സാമ്പിൾ ഒരു വില്ലേജിൽ നമ്മൾ ഡ്രിങ്കിങ് വാട്ടർ കൊണ്ടുവരികയാണ്. അപ്പം അതിൻ്റെ പൈപ്പ് ഇട്ട് അവിടെ വെള്ളത്തിന് ഒരു പ്ലാന്റൊക്കെ ഉണ്ടാക്കി അങ്ങനെ വെള്ളം കൊടുത്ത്, അപ്പോൾ ഒരു സോഷ്യൽ ഇമ്പാക്റ്റ് വരുന്ന രീതിയിലൊരു പ്രൊജക്റ്റോ പ്രോഗ്രാമോ ആയിരിക്കണം CSR എന്ന് പറഞ്ഞാൽ. എന്നാൽ മാത്രമേ അത് ക്വാളിഫൈ ആവത്തുള്ളൂ. ഇനി ഏതെങ്കിലും നിയമങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ലേബർ ലോസിനകത്തൊക്കെ കോൾഡ് ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റി ഒക്കെ കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ പ്രൊവിഷൻസിൽ അത്തരത്തിലുള്ള പ്രൊവിഷൻ കംപ്ലൈ ചെയ്തിട്ട് അത് CSR ആയിട്ട് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റത്തില്ല. ഇനി അതുപോലെ തന്നെ ഇത് CSRൻ്റെ സ്റ്റാഫിന് കൊടുക്കുന്ന പൈസ എന്ത് ചെയ്യാം, നമുക്ക് ഈ CSRൻ്റെ പ്രോജക്റ്റ് കോസ്റ്റിലേക്ക് ഉൾപ്പെടുത്താം. ഇനി CSR പ്രോജക്റ്റ് ചെയ്തതിലൂടെ കമ്പനിക്ക് എന്തെങ്കിലും ലാഭം ഉണ്ടാവണമെങ്കിൽ അത് കമ്പനിയുടെ ലാഭമായിട്ട് കണക്ക് കൂട്ടാനും പാടില്ല. അപ്പോൾ ഇതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് CSRൻ്റെ പ്രൊവിഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.